എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 22 ശ്ലോകം 33, 34, 35, 36, 37, 38 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 22ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. വൃക്ഷങ്ങളുടെ ജന്മം അത് തന്നെയാണ് വൃക്ഷങ്ങളാണ് ഏറ്റവും ഭാഗ്യശാലികള്. അവരുടെ ജന്മമാണ് സഫലം എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തി നാർത്ഥിത. പരോപകാരം ചെയ്യുന്നവരുടെ ജന്മം വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അതിലും വിശേഷിച്ച് സകല പ്രാണികൾക്കും പുഷ്പ പല്ലവ ഫലാദികൾ കൊണ്ട് ഉപജീവനം നൽകുന്ന ആ വൃക്ഷജന്മം, അതാണ് അവരുടെ ജന്മമാണ് ഏറ്റവും ശ്ലാഘ്യം. പ്രത്യേകിച്ച് പറയേണ്ടത് അത് തന്നെ പറയണു ഭഗവാൻ. സജ്ജനങ്ങളുടെ അടുത്ത് വരുന്ന എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആളുകള് എങ്ങനെയാണോ സംതൃപ്തരായിട്ട് അവർക്ക് വേണ്ടത് ലഭിച്ചിട്ട് മടങ്ങിപ്പോണത്, അതുപോലെ ഇവരുടെ അരികത്ത് വരുന്നവരെല്ലാം അവരുടെ ആഗ്രഹം സാധിച്ചു പോകുന്നതല്ലാതെ ആർക്കും ഒരു നിരാശ ഉണ്ടാവില്ല. എല്ലാവരും സംതൃപ്തരായിട്ടാണ് വൃക്ഷങ്ങളുടെ അടുത്തുനിന്ന് തിരിച്ചു പോണത്. ഇങ്ങനെ അർത്ഥികളെ അനുഗ്രഹിക്കുന്ന വൃക്ഷങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കാത്ത ലുബ്ധരായിട്ട മനുഷ്യരെക്കാളും എത്രയോ എത്രയോ ഉയർന്നവരാണ് അല്ലേ എന്നാണ് ഭഗവാൻ പറയുന്നത്. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭി ഗന്ധനിര്യാസഭസ്മാസ്ഥിതോ മേ കാമാൻ വിതന്വതേ. എങ്ങനെയാ വൃക്ഷങ്ങൾ പരോപകാരം ചെയ്യണത് അത് വിസ്തരിച്ചു പറയണു. ചില പ്രാണികൾക്ക് ഭക്ഷിക്കാൻ ഇലകള് കൊടുക്കണു, ചിലർക്ക് ദേഹത്തിൽ ധരിക്കാൻ പുഷ്പങ്ങള് വിതരണം ചെയ്യണു. താഴെ വന്നിരിക്കുന്നവരുടെ ആ എല്ലാ ദുഃഖങ്ങളെയും ചൂടൊക്കെ മാറ്റി, ദാഹം എല്ലാം മാറ്റി നിഴലുകള് അല്ലെ, നല്ല തണല് കൊടുക്കണം. ചുട്ടുപൊള്ളി വരുന്നവർക്ക് താഴെ വന്നങ്ങടെ ഇരിക്കുമ്പോ ആഹാ എന്തൊരു സുഖം, അങ്ങനെ തണല് കൊടുക്കണം. അപ്പോഴേക്കും ഭക്ഷിക്കാൻ കായ്ഫലങ്ങള്, നല്ല സുന്ദരമായ പഴങ്ങള് കൊടുക്കണം. ഔഷധാദികൾക്ക് ഉപയോഗിക്കാൻ വേരുകള് കൊടുക്കണു വൃക്ഷങ്ങളുടെ. തപസ്സികൾക്കോ അവർക്ക് ധരിക്കാൻ മരവുര് കൊടുക്കണു. പിന്നെ ഗൃഹങ്ങളൊക്കെ നിർമ്മിക്കാൻ തടിമരങ്ങള്, അങ്ങനെ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിക്കാം. ഹൃദയാനന്ദം നൽകുവാൻ നല്ല സുഗന്ധം ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വരുമ്പോ ആഹാ എന്തൊരു സുഗന്ധം, അപ്പൊ ആനന്ദം. ഇങ്ങനെ പിന്നെ ഓരോ വിധ എണ്ണകൾ ഉണ്ടാക്കാൻ പാല്, ആ വൃക്ഷത്തിന് പാല്. കത്തിപ്പോയാലോ അത് കൃഷിയാദികൾക്കൊക്കെ ഉപയോഗിക്കാൻ ചാരായിട്ട് മാറും. അതിന്റെ കാതലും കൂടി പണിക്ക് ഏറ്റവും പറ്റിയത് വൃക്ഷത്തിന്റെ കാതലാണ് അല്ലെ, എത്ര ഉറപ്പാ. പിന്നെയോ ചെറുപ്രാണികൾക്ക് ഭക്ഷിക്കാൻ തളിരുകൾ. അങ്ങനെ എല്ലാം കൊടുത്ത് സർവാത്മന വൃക്ഷത്തിന്റെ ഓരോ ഭാഗവും അങ്ങനെ കൊടുത്ത് സർവാത്മനാ പരോപകാരത്തിനായിട്ട് തന്നെ വൃക്ഷങ്ങള് ഒരുങ്ങിയിരിക്കണു. ഇത്രയും വിസ്തരിച്ചിട്ടാ ഭഗവാൻ ഓരോന്നും പറയണതെന്ന് ആലോചിച്ച് നോക്കും അല്ലെ. നമ്മള് പോലും ഇതിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ പറഞ്ഞു തരാണ് ഭഗവാൻ. ശരിക്കും ആ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാട്ടോ കണ്ണാ എന്നാ അവരും പറയണത്. എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് ആ കുട്ടികളോടായിട്ട് പറഞ്ഞു കൊടുക്കണു ഭഗവാൻ. ഏതാവൽ ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണേ അർത്ഥേ ധിയാ വാച ശ്രേയേ വാചരേൽ സദാ. എന്താ ഭഗവാൻ പറയണത്? ഈ ലോകത്തില് ദേഹധാരണം ചെയ്യുന്ന ഒരുവൻ തന്റെ ഇന്ദ്രിയങ്ങളെ ആദരിക്കാതെ പരന്മാർക്ക് വേണ്ടുന്ന സഹായ കർമ്മങ്ങൾ ചെയ്യുക, ധനം കൊണ്ട് പരന്മാർക്ക് ഉപകാരം ചെയ്യുക, മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ഹിതം വരേണ്ടതിനുള്ള വഴികൾ ആലോചിക്കുക, വാക്കുകൾ കൊണ്ട് അന്യന്മാർക്ക് സന്തോഷം ജനിക്കത്തക്ക വിധം സംസാരിക്കുക, അവർക്ക് ഹിതം ഉപദേശിച്ചു കൊടുക്കുക, ഇങ്ങനെ സർവ്വതാ പരഹിതനായിട്ട് തന്നെ
അന്യന്മാരുടെ ഹിതത്തിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതകാലം കഴിക്കുന്നതായാൽ ഇത് തന്നെയാണ് ജന്മത്തെ സഫലമാക്കി തീർക്കുന്ന സൽക്കർമ്മം എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതി പ്രവാളസ്തവക ഫലപുഷ്പദളോൽക്കരൈഃ തരൂണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗത. അങ്ങനെ ഇങ്ങനെ വൃക്ഷങ്ങളെ കുറിച്ച് ഗോപന്മാരോട് സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ട് തളിരുകള്, പൂങ്കൊത്തുകള്, കായ്കള്, പുഷ്പങ്ങള്, പത്രങ്ങള് ഇവയുടെയൊക്കെ ഭാരം കൊണ്ട് ഇങ്ങനെ കൊമ്പുകൾ താണിരിക്കുന്ന ആ മരങ്ങളെ കാണിച്ചു കൊടുക്കും. കണ്ടോ ഇവരുടെ ഈ കൊമ്പ് ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ താണിരിക്കണ കണ്ടോ. എന്നിട്ട് പറയണു അങ്ങനെയുള്ള വഴിയിൽ കൂടി ആ താണിരിക്കുന്ന കൊമ്പിന്റെ ഇടയിൽ കൂടി അവരെ അങ്ങനെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് ഭഗവാൻ യമുനാ നദിയുടെ തീരത്തില് പ്രവേശിച്ചു. എന്താ ഭഗവാൻ അതൊക്കെ കാണിച്ചു കൊടുത്തോണ്ട് പറയണു, സമ്പൽ സമൃദ്ധി ഉണ്ടാകുമ്പോ തല താഴ്ന്നിരിക്കണം. വൃക്ഷങ്ങളെ കണ്ടോ, ഇവർക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് അവരുടെ ആ കൊമ്പുകൾ താന്നിരിക്കണം കണ്ടോ. എല്ലാം ഉണ്ടാവുമ്പോ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ ദുരഭിമാനായിട്ട് എങ്ങനെ എല്ലാവരും കാണിച്ചു കൊടുത്തോണ്ട് അങ്ങനെ നടക്കുകയല്ല വേണ്ടത്. അപ്പോ കൂടുതൽ വിനയമുള്ളവരാവണം. അപ്പോ ഇത് വിശേഷ ബുദ്ധിയുള്ള സകല ജീവന്മാർക്കുമുള്ള ഉപദേശമായിട്ടാണ് ഭഗവാൻ ഇത് അരുളി ചെയ്തിരിക്കുന്നത്. തത്ര ഗാപായയിത്വാപ സുമൃഷ്ടാ ശീതളാ ശിവ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപപുർജ്ജലം. പറയണു ശ്രീ സുഖബ്രഹ്മർഷി, ഹേ രാജാവേ, ആ യമുനാ നദിയില് അതിനിർമ്മലമായി ആരോഗ്യപ്രദമായിരിക്കുന്ന ആ ശീതള ജലം ആ പശുക്കളെ കുടിപ്പിച്ചു. എല്ലാവരും ഓരോ പേര് പറഞ്ഞു വിളിച്ചു. എല്ലാവരോടും പശുക്കളെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ആദ്യം ആ വെള്ളം കുടിപ്പിച്ചു. പശുക്കളെ മുഴുവനും പശുക്കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചാണ്ട് കുടിപ്പിച്ചു ഭഗവാൻ ഗോപന്മാരും. എന്നിട്ട് ഇത്രയും ആസ്വാദ്യമായിരിക്കുന്ന ആ വെള്ളം ഗോപന്മാരും ഭഗവാനും ആ ജലം കുടിച്ചു യമുനാ നദിയില്. തസ്യാ ഉപവനേ കാമം ചാരയന്ത പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്ത ഇതമബ്രുവൻ. അങ്ങനെ ആ യമുനാ നദിയിലെ പശുക്കളെയൊക്കെ കുടിപ്പിച്ച് എല്ലാവരും ഭഗവാനും ആ ഗോപന്മാരും ഒക്കെ ആ ജലം കുടിച്ച് അങ്ങനെ സന്തോഷിച്ച് അങ്ങനെ നടന്നു. പിന്നെയും നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഗോപന്മാർക്കൊക്കെ വിശക്കാൻ തുടങ്ങി. ഭഗവാന്റെ നിശ്ചയം കൊണ്ട് തന്നെ അവർക്കൊരു വിശപ്പ് തോന്നി എന്നാ പറയണത്. ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, യമുനാ നദിയുടെ സമീപത്ത് കാട്ടില് പശുക്കളെ മേച്ചുകൊണ്ടിരുന്ന ഗോപന്മാര് വിശപ്പ് കൊണ്ട് തളർന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവര് കുറെ ദൂരം നടന്നു. വിശപ്പ് വന്നു. അവര് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സമീപത്ത് ചെന്നിട്ട് താഴെ വിവരിക്കും വിധം പറഞ്ഞു. ഇനി അടുത്ത അധ്യായത്തിലാണ് അവരെന്താ പറഞ്ഞതെന്ന് പറയണം. ആ വിപ്രപത്നി അനുഗ്രഹമാണ് അടുത്ത അധ്യായം. ആ വിപ്രപത്നിമാര് ഭഗവാനെ കാണാനായിട്ട് ഒന്ന് കാണണം ആ കൃഷ്ണന് എന്നിങ്ങനെ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അപ്പൊ ആ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കണം. അപ്പൊ എന്തായി, ഈ കുട്ടികൾക്ക് വിശപ്പുണ്ടാക്കിയ അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് അവിടെ യജ്ഞം നടക്കുന്നുണ്ട്. വിപ്രപത്നിമാരുടെ ഭർത്താക്കന്മാര് യജ്ഞം നടത്തണം. അവിടെ ചെന്നിട്ട് ഭക്ഷണം ചോദിക്കാം എന്ന് ആ കുമാരന്മാരോട് പറയണം ഭഗവാൻ. അടുത്ത അധ്യായത്തില് ആ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ദർശനം കൊടുക്കണം. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാവഹാരോ നാമ ദ്വാവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 22ാമത്തെ അധ്യായം ആ വേണുഗോപാലനായ ശ്രീ കൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.